അച്ഛനെ മുതലാളി വന്നിരിക്കുന്നു. അച്ഛന്റെ അറുപത് മുതലാളി. എവിടെ? മുറ്റത്ത് നിൽക്കുന്നു. അവിടെ കവലെ കിടന്ന് കറങ്ങുമായിരുന്നു. അവന്മാർക്ക് അങ്ങനെ അറബിയുടെ ഭാഷ അറിയാം. ഞാൻ വന്ന് വർഷാപ്പിലായിരുന്നപ്പോ തൊട്ടടുത്ത മദ്രാസയിൽ നിന്ന് കുറെ അറബി പഠിച്ചു. അതുകൊണ്ട് ഞാനിങ്ങ് വിളിച്ചോണ്ട് പോകും. എന്താ अजूद मामा സലാമേ സബാൽക്കെ വേനന്ദ ഷുഗർ. ഈ ഭൂമി എത്ര മനോഹരമായിരിക്കുന്നു. ഗവാദ് ഹറാമേ. അമ്മാവൻ എത്ര കുലീനതയുള്ള മനുഷ്യൻ. മയബി അന അച്യുത് മാമ. അച്യുതൻ എപ്പോഴും പറയും അമ്മാവൻ വലിയൊരു മനുഷ്യനാണ്. അച്യുത് അമിനോകേഷ് സലിത. അച്യുത് അമിനോകേഷ് സലിത. അച്യുതൻ എന്റെ ജീവൻ രക്ഷിച്ചു. എന്റെ സർവ്വ സ്വത്തുക്കളും അവനും കൂടി അവകാശപ്പെട്ടതാണെന്ന്. കൽക്കത്ത മത്തർ കരള ബത്തർ. കൽക്കത്തയിലും കേരളത്തിലും ഓരോ ഫാക്ടറി തുടങ്ങാൻ ഞാൻ ആലോചിക്കുന്നു. അച്യുത് സബദി ബലേഷു. അച്യുതനാണ് 2 ഫാക്ടറികളിലെയും ജനറൽ മാനേജർ. അല്ലേലും അച്യുതൻ ഭാഗ്യവാനാണ്. ഈ വലിയ മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ലേ. അച്യുത് മാമ കലാമി സേവിധാൻ സൊന്നാദ് മധു കാട്ടി. ചായ കുടിച്ചില്ല. വേണ്ട, വരുന്ന വഴി കുടിച്ചു. മലയാളം അറിയാമോ? മലയാളം വരുന്ന വഴിക്ക് കുടിച്ചു. അത് വരണ്ട ഭയക്കോ കൊടിച്ചു എന്ന് പറഞ്ഞാൽ അറബിൽ പോകാൻ തിടുക്കമുണ്ടോ എന്നർത്ഥം. അല്ലാതെ വീണ്ടും പെണ്ണിന്റെ പുഞ്ചിരി കണ്ട് ലെട്ടുപൊട്ടിയേ, പെണ്ണിന്റെ നുണക്കുഴി കണ്ട് ലെട്ടുപൊട്ടിയേ, പെണ്ണിന്റെ കൊഞ്ചല് കണ്ട് ലെട്ടുപൊട്ടിയേ. ഒടുവിൽ പെണ്ണിനെ കെട്ടിയപ്പോ മട്ടൻ കരുകളിയ. അയ്യോ രാത്രി ഇത്തിരി പൂത്തിരി കത്തിച്ച്, അയ്യോ രാത്രി ഇത്തിരി പൂത്തിരി കത്തിച്ചേ. പെണ്ണിന്റെ പുഞ്ചിരി കണ്ട് ലെട്ടുപൊട്ടിയേ, പെണ്ണിന്റെ നുണക്കുഴി കണ്ട് ലെട്ടുപൊട്ടിയേ, പെണ്ണിന്റെ കൊഞ്ചല് കണ്ട് ലെട്ടുപൊട്ടിയേ. ഒടുവിൽ പെണ്ണിനെ കെട്ടിയപ്പോ മട്ടൻ കരുകളിയ. അയ്യോ രാത്രി ഇത്തിരി പൂത്തിരി കത്തിച്ച്, അയ്യോ രാത്രി ഇത്തിരി പൂത്തിരി കത്തിച്ചേ.